യേശുവും മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിന് മുൻപോടിയായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ച് നിയമജ്ഞരും സദുക്കായരും യേശുവിൻ്റെ മുൻപിൽ തർക്കിക്കുന്ന ഒരു ഭാഗമാണ്. അവർ യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് തർക്കിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം 28-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ യേശുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ആ ജ്ഞാനത്തിൽ നിന്നും അറിവ് സ്വീകരിക്കുവാനായിട്ട് ഒരു നിയമജ്ഞൻ പരിശ്രമിക്കുകയാണ്. അദ്ദേഹം യേശുവിനോട് ചോദിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകൾ ഏതൊക്കെയാണ്? സുപ്രധാന കൽപ്പനകൾ എന്ന് തന്നെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഹെഡിങ്. അദ്ദേഹത്തിൻ്റെ അറിവ് നേടാനുള്ള ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് യേശു ചോദിക്കുകയാണ്. യേശു പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പൂർണ്ണത 3 പ്രാവശ്യം യേശു എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം അത്രമാത്രം പ്രാധാന്യം ദൈവസ്നേഹത്തിന് കൊടുക്കണമെന്ന് ഈ നിയമജ്ഞനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അതുതന്നെയാണ്. പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. നമുക്കറിയാവുന്നതുപോലെ നോമ്പുകാലത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന് തന്നെയാണ്. അതോടൊപ്പം തന്നെ സഹോദര സ്നേഹത്തിനും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നോമ്പുകാലത്തിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവസ്നേഹത്തിൽ നിന്ന് കുറഞ്ഞു വന്ന സന്ദർഭങ്ങളെ ഓർത്തെടുക്കുവാനായിട്ടും കണ്ടെത്തുവാനായിട്ടുമുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലം. നമുക്കറിയാം, പലപ്പോഴും ലോകത്തിൻ്റെതായ മേഖലകളിൽ, മറ്റു വസ്തുക്കളുടെ മേഖലകളിൽ, ജോലി മേഖലകളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എവിടെയൊക്കെയോ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാതെ മറന്നു പോവുകയാണ്. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്നുകൂടി തിരുത്തുവാനായിട്ടും ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ടും ആ ദൈവസ്നേഹ പരിപാലനയിൽ എന്നും ആയിരിക്കുവാനായിട്ടുമുള്ള ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടാകുന്നത് വേണ്ടിയിട്ടാണ് ഈ നോമ്പുകാലം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഹോദര സ്നേഹമാണ്. പലപ്പോഴും നമ്മുടേതായ കുടുംബങ്ങളിൽ, നമ്മുടേതായ വ്യക്തി മേഖലകളിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ സഹോദരങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ടും സഹോദര സ്നേഹത്തിൻ്റെ ആഴവും അർത്ഥവും എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ടും നമ്മൾക്ക് തെറ്റിപ്പോയ മേഖലകളെ തിരുത്തുവാനായിട്ടും സഹോദരങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുവാനായിട്ടും നമുക്ക് കഴിയട്ടെ. പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഉദ്ധിതനായ യേശുവിൻ്റെ വലിയ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.